കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ചൈന ഡ്യൂപ്ലിക്കേറ്റ് ചന്ദ്രനെ ഇറക്കാൻ വേണ്ടി പോവാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്ത് പ്രോഡക്റ്റിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നത് കൊണ്ട് തന്നെ ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള വാക്ക് തന്നെയാണ് വരിക. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റ് ആണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് ചില ചെടികൾ പോലും ചൈനീസുകാർ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്ന ഫേക്ക് ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇതുപോലൊരു ഡ്യൂപ്ലിക്കേറ്റ് അവർ ചന്ദ്രന് വേണ്ടിയിട്ട് ഇറക്കുകയാണ്. ചന്ദ്രൻ മെയ്ഡ് ഇൻ ചൈന. ആക്ച്വലി ഇത് ഈ ന്യൂസ് ആദ്യം വന്നപ്പോൾ ട്രോളിലൊക്കെ കണ്ടപ്പോൾ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് ഫേക്ക് അല്ല, സംഭവം സത്യമാണ് എന്നുള്ളത്. അതായത് തെരുവ് വിളക്കുകളെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ചന്ദ്രനെ ഉണ്ടാക്കിയിട്ട് ബഹിരാകാശത്ത് അല്ലെങ്കിൽ ഭ്രമണപഥത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ചൈനയുടെ ശ്രമം നടത്തുന്നത്. ചൈനയല്ല ഈ ഒരു ശ്രമം നടത്തുന്ന ആദ്യ രാജ്യം. അമേരിക്കയും റഷ്യയും ജപ്പാനും ഒക്കെ ഈ ഒരു വഴിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇതുപോലൊരു റിഫ്ലക്റ്റീവ് മിറർ യൂസ് ചെയ്തിട്ട് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തിക്കാൻ ഇതിനു മുൻപ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് 90s ബാനർ എന്നായിരുന്നു പേരിട്ടത്. പക്ഷേ ഒരു ചന്ദ്രനെ പെർമനൻ്റ് ആയിട്ട് ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കുന്ന പദ്ധതി ആദ്യം ചെയ്യുന്ന രാജ്യം ചൈന തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ലോകത്തുള്ള ഇതിൽ വെച്ച് ആദ്യത്തെ മനുഷ്യനിർമ്മിത ചന്ദ്രനെ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനയാണ്. ചൈനയിലെ സീഷുവാൻ പ്രവിശ്യയിലുള്ള ചിങ്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. 2020 കൃത്രിമ ചന്ദ്രൻ്റെ പദ്ധതി പൂർത്തിയാവുകയും ആദ്യ ഘട്ടത്തിലുള്ള ചന്ദ്രനെ വിക്ഷേപിക്കുകയും ചെയ്യും. 2022 ആവുമ്പോഴേക്കും ഫസ്റ്റ് പദ്ധതി സക്സസ് ആണെങ്കിൽ 3 ചന്ദ്രനെയും കൂടി വിക്ഷേപിക്കുന്നതാണ് അവർ പറയുന്നത്. റിയൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3,80,000 കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത് എങ്കിൽ ഇപ്പോൾ വിക്ഷേപിക്കാൻ പോകുന്ന കൃത്രിമ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ അകലത്തിലേ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോഴുള്ള ചന്ദ്രൻ തരുന്നതിനേക്കാളും ഏകദേശം 8 ഇരട്ടിയിലധികം പ്രകാശം ചൈനയുടെ ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രന് സാധിക്കും. ഒരുപാട് സ്ഥലത്തേക്ക്, ഒരുപാട് ദൂരത്തേക്ക് നല്ല ലൈറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ചന്ദ്രന് സാധിക്കും എന്നാണ് പറയുന്നത്. ഇലുമിനേഷൻ സാറ്റലൈറ്റ് ആണ് ഇതിൻ്റെ പുറകിലുള്ളത്. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ചന്ദ്രൻ ഉണ്ടാക്കി ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. ആക്ച്വലി ഇതൊരു സാറ്റലൈറ്റ് ആണ്. പല ഉപഗ്രഹങ്ങൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് പോലെ രാത്രി വെളിച്ചം തരുന്നതിന് വേണ്ടി സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതെന്ന് മാത്രമാണ്. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഒരു റിഫ്ലക്റ്റീവ് ദർപ്പണമുള്ളൊരു സംഭവമായിരിക്കും സാറ്റലൈറ്റ് വഴി വിക്ഷേപിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചൈന തന്നെ പുറത്ത് വിടണം. ഫേക്ക് ന്യൂസ് ആണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ചൈനയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. അപ്പം പോസിറ്റീവായിട്ട് ഇവർ പറയുന്നത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് തെരുവ് വിളക്കുകളെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ലാഭമാണ്. അതുപോലെ അതിന് കൊടുക്കുന്ന തെരുവിളക്കുകൾ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജി, കറണ്ട് ലാഭമാണ്. അപ്പം വലിയൊരു രീതിയിലുള്ള പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഊർജ്ജത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഊർജ്ജനഷ്ടം തടയാനും പണനഷ്ടം തടയാനും ഇതുകൊണ്ട് സാധിക്കുന്നതാണ് അവർ പറയുന്ന ഫസ്റ്റ് മെയിൻ പോയിന്റ്. കാരണം ഈ പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ $170 മില്യൺ ആദ്യ വർഷം തന്നെ അവർക്ക് കിട്ടാൻ വേണ്ടി പോണത്, ലാഭമായിട്ട് ലഭിക്കുക, സ്വരൂപിച്ച് വെക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്, വലിയൊരു സേവിങ് തന്നെയാണ്. എല്ലാ വർഷവും ഇനി വർഷങ്ങൾ കഴിയും തോറും അത് കൂടി വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ പദ്ധതി കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ബെനിഫിറ്റാണ് അവർ മുന്നിൽ കാണുന്നത്. അപ്പോൾ തെരുവ് വിളക്കുകളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഗുണമായിട്ട് അവർ കാണുന്നത്. ആൻഡ് ഇലക്ട്രിസിറ്റി ലാഭമാണ്. അതുപോലെ മൂന്നാമത് അവർ പറയുന്ന ഒരു ഗുണം, ഒരു ദുരന്തമോ പ്രകൃതി ദുരന്തം, ഒരു കെലാമിറ്റി സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ആണെങ്കിൽ കറണ്ട് വെള്ളത്തിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ടാവാതെ തടയാൻ വേണ്ടിയിട്ട് അവർ ഇലക്ട്രിസിറ്റി ഒക്കെ കട്ട് ചെയ്യും. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വെളിച്ചം ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ അത് കറക്റ്റായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു പ്രശ്നം ഈ കൃത്രിമ ചന്ദ്രൻ വരുന്നതോടുകൂടി മാറ്റാൻ വേണ്ടി സാധിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഇത് ഒരു പ്രത്യേക ഊർജ്ജത്തിൻ്റെ ആവശ്യമില്ല. സൂര്യപ്രകാശം നേരിട്ട് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ വേറൊരു തരത്തിലുള്ള ഒരു എനർജി, കറണ്ട് കട്ടായാലും ഈ ചന്ദ്രൻ്റെ വെളിച്ചം അത് അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചൈനയുടെ പ്രവിശ്യകളിൽ ഈ ഒരു കൃത്രിമ മൂണിന് സാധിക്കും എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. പക്ഷേ ഏതൊരു ടെക്നോളജി വരുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പുതിയ കാര്യം വരുമ്പോഴും അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവും എന്നുള്ളത് പോലെ തന്നെ മറ്റു ചില ശാസ്ത്രജ്ഞന്മാരും
പ്രകൃതി സ്നേഹികളും അങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയുന്നവരുണ്ട്. അവർ പറയുന്നത് എക്കോസിസ്റ്റം, നമ്മുടെ ആവാസ വ്യവസ്ഥയെ ആണ് ഇത് ബാധിക്കുക. രാത്രി കാലങ്ങളിൽ ഇര പിടിക്കുന്ന ജീവികൾക്കായിരിക്കും ആദ്യം ഇതിൻ്റെ പ്രശ്നം അനുഭവിക്കേണ്ടി വരിക. കാരണം രാത്രിയും പകലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ രാവും പകലും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരേപോലത്തെ ഒരു വെളിച്ചമായിരിക്കും ചൈന കൊണ്ടുവരിക എന്നുള്ള രീതിയിലൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മരങ്ങൾക്കും പ്രകൃതിക്കും മൃഗങ്ങൾക്കും ഒക്കെ തന്നെ ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറും. പിന്നീട് ഇതുമൂലം പല ഇഷ്യൂസും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു ആർട്ടിഫിഷ്യൽ മൂണിൻ്റെ പുറകിലുള്ള ചൈനീസ് ശാസ്ത്രജ്ഞന്മാരുടെ വാദം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു ലൈറ്റ് ആയിരിക്കില്ല, അത്ര ബ്രൈറ്റ് ലൈറ്റ് അല്ല അവർ കൊണ്ടുവരിക. പകരം ഈവനിങ്ങിലുള്ള പോലെ വളരെ ശാന്തമായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ലൈറ്റിംഗ് സിസ്റ്റം ആയിരിക്കും കൊണ്ടുവരിക എന്നാണ് ഇത്തരം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിൻ്റെ നെഗറ്റീവ്സ് ആൻഡ് സൈഡ് എഫക്ട്സ് എന്തായിരിക്കും എന്നൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല. എനിവേയ്സ്, ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഊർജം, എനർജി, ഇലക്ട്രിസിറ്റി അത് നമുക്ക് ലാഭമാണ്. അതേപോലെ തെരുവിളക്കുകളുടെ മെയിൻ്റനൻസ്, അങ്ങനത്തെ കാര്യത്തിൽ തെരുവിളക്കുകൾ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കുക, പ്രത്യേകിച്ച് കറണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, നഗരങ്ങളിലല്ല ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയുള്ളിടത്ത് സ്ഥാപിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളിനെ മറികടക്കാനൊക്കെ സാധിക്കും. അതുപോലെ $170 മില്യൺ US ഒരു വർഷം, ഫസ്റ്റ് വർഷം തന്നെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറയുമ്പോൾ പിന്നീട് അത് അങ്ങോട്ട് വലിയ സേവിങ് ആയിട്ട് തന്നെ മാറും. അത്രയും പണം നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് വാദിക്കാനും പറ്റും. എനിവേയ്സ്, 2020 ആകുമ്പോഴേക്കും പദ്ധതി പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഇലുമിനേഷൻ സാറ്റലൈറ്റിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ചൈന എന്നുള്ള അറിവാണ് കിട്ടുന്നത്. ഈ പദ്ധതി സക്സസ് ആവുകയാണെങ്കിൽ അധികം താമസിയാതെ മറ്റു രാജ്യങ്ങളിലേക്കും കൂടി ഈ ഒരു ആർട്ടിഫിഷ്യൽ മൂൺ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആദ്യം ചൈനയിൽ വന്നു, അമേരിക്ക, റഷ്യ, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും ഇതിൻ്റെ പരീക്ഷണത്തിലാണ്. ആര് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യും, ആരാണ് ആദ്യത്തെ മനുഷ്യനിർമ്മിത ചന്ദ്രനെ കൊണ്ടുവരിക എന്ന് നമുക്കറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം താമസിയാതെ ഇന്ത്യയിലും ഈ ഒരു ടെക്നോളജി വരുമായിരിക്കും. അപ്പോൾ രാത്രി ഒരുപാട് ചന്ദ്രന്മാരെ ആകാശത്ത് കാണാൻ സാധിക്കും. എനിവേയ്സ്, ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയതുകൊണ്ടും ടെക്നോളജി ഇത്രയും വളർന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ന്യൂസ് നമ്മൾ ടെക് മലയാളത്തിൽ എടുത്തത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് ടെക് മലയാളത്തിൽ കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം ന്യൂസസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ക്രേസി ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അടുത്ത ന്യൂസിൽ കാണാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.